ഇത് കൂട്ടായി പടിഞ്ഞാറേക്കര അഴിമുഖം. ആനമലയിൽ ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന അഴിമുഖ തീരം. തെക്കുഭാഗത്ത് പൊന്നാനിയും വടക്ക് ഭാഗത്ത് കൂട്ടായി പടിഞ്ഞാറേക്കര തീരവും പങ്കിട്ട വിശാലമായ ഡെൽറ്റ തീരവും അഴിമുഖവും. തിരൂർ പുഴയും ഭാരതപ്പുഴയും ചേർന്ന് കടലിൽ ചേരുന്ന മലപ്പുറം ജില്ലയിലെ പ്രധാന അഴിമുഖ തീരം. പുഴയുടെ ഇക്കരെ നിന്നാൽ നമുക്ക് പൊന്നാനി തീരം കാണാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഉള്ളത്. എന്നാൽ നിലവിൽ അക്കരയ്ക്ക് റോഡ് മാർഗം എത്തിച്ചേരണമെങ്കിൽ 25 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടതുണ്ട്. അതും ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ചെമ്പ്രവട്ടം പാലം വഴിയാണെങ്കിൽ. എന്നാൽ ചെമ്പ്രവട്ടം പാലം നിലവിൽ വരുന്നതിന് മുമ്പ് കുറ്റിപ്പുറം വഴി 50 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് ഈ കാണുന്ന അക്കര പ്രദേശത്തേക്ക് ഇവിടെ നിന്നും ആളുകൾ റോഡ് മാർഗം എത്തിച്ചേർന്നിരുന്നത്. കൊച്ചി കോഴിക്കോട് റോഡ് ദൂരവും യാത്രാസമയവും ഗണ്യമായി കുറയ്ക്കുന്ന ഈ മേഖലയിൽ ഒരു പാലം അത്യാവശ്യമായിരുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് ഇക്കാലം അത്രയും അത് യാഥാർത്ഥ്യമായില്ല. നിരന്തരം അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്തു. എന്ത് കാരണം ഉണ്ടായിരുന്നെങ്കിലും ഇച്ഛാശക്തിയുള്ള സർക്കാരിന് അത് പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ അടുത്ത കാലത്തായി ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയും അതിനായുള്ള പ്രാഥമിക പഠനങ്ങളും പ്ലാനുകളും തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകപ്രശസ്തമായ കൽക്കത്തയിലെ ഹൗറ മോഡൽ പാലത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൽക്കത്തയിൽ ഹൂഗ്ലി നദിക്ക് കുറുകെ പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യ വലിയ 10 തൂക്കുപാലങ്ങളിൽ ഒന്നായ ഹൗറ പാലം ദിവസവും ലക്ഷക്കണക്കിന് വാഹനങ്ങളും ആളുകളും ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാലങ്ങളിൽ ഒന്ന്. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ച തൂക്കുപാലം. ഹൂഗ്ലി നദിക്ക് കുറുകെ തൂക്കുപാല രീതിയിൽ നിർമ്മിച്ച ഹൗറ പാലം പോലെ ഒരു പാലമാണ് പൊന്നാനിയെയും പടിഞ്ഞാറേക്കര ബീച്ചിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അഴിമുഖത്ത് നിർമ്മിക്കുന്ന ഉയരമേറിയ തൂക്കുപാലം കേരളത്തിലെ ഗതാഗത മേഖലയിലും നിർമ്മാണ മേഖലയിലും പുതിയ ചരിത്രമാകും. ഗതാഗത ടൂറിസം മേഖലയിൽ അതുണ്ടാക്കുന്ന മാറ്റം വിപ്ലവാത്മകമായിരിക്കും. ഈ പദ്ധതിക്കായുള്ള വിശദമായ DPR 2020 തയ്യാറാക്കുകയുണ്ടായി. 309 കോടിയോളം രൂപയാണ് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നിലവിൽ കണക്കാക്കുന്നത്. തീരദേശ പാതയുടെ ഭാഗമായി തൂക്കുപാല രീതിയിൽ അഥവാ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് രീതിയിലാണ് പാലം വിഭാവനം ചെയ്യുന്നത്. 23 മീറ്റർ വീതിയിൽ 4 വരി പാതയാണ് പാലത്തിൽ ഉണ്ടായിരിക്കുക. പുഴയുടെ മധ്യത്തിലായി 400 മീറ്റർ നീളത്തിൽ തൂക്കുപാലവും 1 കിലോമീറ്റർ നീളത്തിൽ വയഡക്റ്റ് ഭാഗവും ചേർന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിൽ ഉണ്ടാകാവുന്ന ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് വളരെ വിശാലമായ നടപ്പാതയും പാലത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. പാലത്തിനായി ഏകദേശം 3 കിലോമീറ്ററിലധികം അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതായി വരും എന്നാണ് DPR സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും ഈ പാലം. തീരദേശ പാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ എറണാകുളം കോഴിക്കോട് റൂട്ടിൽ യാത്രാ ദൂരവും സമയവും കുറയുകയും കേരളത്തിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഗതാഗത വാണിജ്യ കച്ചവട ടൂറിസം മേഖലയിൽ പുതിയ അധ്യായം കുറിക്കുന്ന ഈ പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.